മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ഛത്തീസ്ഗഡ് ആഭ്യന്തരമന്ത്രി വിജയ് ശർമ്മയുമായി ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി കൂടിക്കാഴ്ച നടത്തി. സർക്കാർ നീതിപൂർവമായി ഇടപെടുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകിയെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അനൂപ് ആന്റണി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് തന്നെ മതപരിവർത്തനം നിരോധന നിയമം ഉള്ള നാടാണ്. പരിഹാരം ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് അനൂപ് ആന്റണി പറഞ്ഞു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതീക്ഷ കൂടിയെന്നും ജാമ്യാപേക്ഷ നൽകുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷ നിർഭരമായ നടപടി ഉണ്ടാകുമെന്നും അനൂപ് ആന്റണി പറഞ്ഞു. വിഷയത്തിൽ പ്രതിപക്ഷം കളിക്കുന്നത് കഴുകന്റെ രാഷ്ട്രീയമാണെന്നും നീതിപൂർവമായ ഇടപെടലുണ്ടാകുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയെന്നും നിയമത്തെ അട്ടിമറിച്ചല്ല സർക്കാർ ഇടപെട്ടതെന്നും അനൂപ് ആന്റണി പറഞ്ഞു. സിസ്റ്റർമാരുടെ കാര്യത്തിൽ പ്രതീക്ഷ നൽകുന്ന ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. പെൺകുട്ടികളെ നക്സൽ ബാധിത മേഖലയിൽ നിന്നും എത്തിച്ചതിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയെ ഉടൻ കാണുമെന്നും സഭാ നേതൃത്വത്തെയും കാണാൻ ശ്രമിക്കുമെന്നും അനൂപ് ആന്റണി പറഞ്ഞു. കേരള ബിജെപി കന്യാസ്ത്രീകൾക്കൊപ്പമുണ്ട്. കന്യാസ്ത്രീകളെ കുടുക്കിയതാണോ എന്നതിൽ സംശയം ഉയരേണ്ടതുണ്ട്. പ്രതിപക്ഷം കഴുകൻ രാഷ്ട്രീയം കളിക്കരുത്. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും എന്ന് ഉപമുഖ്യമന്ത്രി ബിജെപി പ്രതിനിധിയെ അറിയിച്ചു. ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി നീതിപൂർവമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് വിജയ് ശർമ്മ അറിയിച്ചു. കൂടുതൽ അന്വേഷണം നടക്കുകയും ചെയ്യും. അതേസമയം കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ചർച്ചയില്ലെന്ന് രാജ്യസഭയിൽ സർക്കാർ നിലപാടെടുത്തിട്ടുണ്ട്. ചർച്ച ആവശ്യപ്പെട്ട് നൽകിയ നോട്ടീസുകൾ ഇന്നും തള്ളി. ഇതോടെ രാജ്യസഭയിൽ പ്രതിപക്ഷ ബഹളമുണ്ടായി. ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തരുതെന്ന് രാജ്യസഭാ അധ്യക്ഷ ആവശ്യപ്പെട്ടു. അതേസമയം കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ബജ്രംഗ്ദൾ വാദം പൊളിയുകയാണ്. മാതാപിതാക്കളുടെ അനുമതിയോടെയാണ് കന്യാസ്ത്രീകൾക്കൊപ്പം എത്തിയതെന്ന് ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടി പറഞ്ഞു. പെൺകുട്ടികളെ റെയിൽവേ സ്റ്റേഷനിൽ വിടണമെന്ന് മാതാപിതാക്കളാണ് തന്നോട് പറഞ്ഞതെന്ന് ഇവർക്കൊപ്പമുണ്ടായിരുന്ന യുവാവ് സുഖമാൻ മാണ്ഡലും പ്രതികരിച്ചു. കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. UDF എംപിമാരുടെ സംഘം ഛത്തീസ്ഗഡിലെ റായ്പൂരിലെത്തി. CPIM നേതാവ് ബൃന്ദ കാരാട്ടും LDF എംപിമാരും ഛത്തീസ്ഗഡിലേക്ക് തിരിക്കും. ജൂലൈ 25-നാണ് ഛത്തീസ്ഗഡിലെ ദുർഗിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് 2 മലയാളി കന്യാസ്ത്രീകളെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, അങ്കമാലി എളവൂർ ഇടവക സിസ്റ്റർ പ്രീതി മേരി എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത്. അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളാണിവർ. നാരായൺപൂരിൽ നിന്നുള്ള 3 പെൺകുട്ടികളോടൊപ്പമായിരുന്നു കന്യാസ്ത്രീകൾ സഞ്ചരിച്ചിരുന്നത്. 19 മുതൽ 22 വയസ്സുവരെ ഉള്ളവരായിരുന്നു ഇവർ. റെയിൽവേ സ്റ്റേഷനിലെത്തിയ ബജ്രംഗ്ദൾ പ്രവർത്തകർ ഇവർ നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും നടത്തുകയാണെന്ന് ആരോപിക്കുകയായിരുന്നു. തുടർന്ന് കന്യാസ്ത്രീകളെ തടഞ്ഞുവെക്കുകയും ചെയ്തു. കന്യാസ്ത്രീകൾ നടത്തുന്ന ആശുപത്രിയിൽ ജോലിക്ക് പോവുകയാണെന്ന് പെൺകുട്ടികൾ പറഞ്ഞു. മൂവരുടെയും രക്ഷിതാക്കൾ ജോലിക്ക് പോവാൻ നൽകിയ അനുമതി പത്രവും തിരിച്ചറിയൽ കാർഡുകളും പെൺകുട്ടികൾ ഹാജരാക്കി. തങ്ങൾ നേരത്തെ തന്നെ ക്രൈസ്തവരാണെന്നും പെൺകുട്ടികൾ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതൊന്നും അംഗീകരിക്കാൻ ബജ്രംഗ്ദളോ റെയിൽവേ പോലീസോ തയ്യാറായില്ല എന്നാണ് ആരോപണം.